നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കൗമാരപ്രായക്കാരിലെ ഹോർമോൺ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തെ വെൽകെയർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ ബോബി കെ മാത്യു ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം എപ്പോഴും ഈ ഹോർമോണിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഈ തൈറോയിഡിൻ്റെയും പ്രമേഹത്തിൻ്റെയും കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഇതല്ലാതെ ഏതൊക്കെ ഹോർമോൺസാണ് നമുക്ക് ഉള്ളത്? ഈ ഹോർമോൺസിൻ്റെ പ്രയോജനം എന്താണ്? നമുക്കറിയാം, നമ്മളെല്ലാം സാധാരണയായി കണ്ടുവരുന്ന ഹോർമോൺ അസുഖങ്ങളാണ് ഡയബറ്റിസും തൈറോയിഡും. നമുക്കറിയാം, ഇന്ത്യയിലെ 10 മുതിർന്നവരിൽ 20-64 വയസ്സിനിടയ്ക്കുള്ളവരിൽ 3 പേർക്ക് വീതം ഡയബറ്റിസോ ആരംഭദശയിലുള്ള പ്രീ ഡയബറ്റിസോ ഉണ്ട്. 10 സ്ത്രീക്കും 100 തൈറോയിഡിൻ്റെ അസുഖങ്ങളുണ്ട്. സോ ഇതിനേക്കാൾ ഉപരി നമ്മുടെ ബോഡിയിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ലിവറുണ്ട്, കിഡ്നി ഉണ്ട്, ഹാർട്ടുണ്ട്. ഈ അവയവങ്ങൾക്കെല്ലാം 1 കിലോയ്ക്കുള്ളിൽ തൂക്കമുണ്ട്. പക്ഷേ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി എന്ന് വിളിക്കുന്ന അവയവത്തിൻ്റെ പേരാണ് തലച്ചോറിലൊരു കൊച്ചു ഗ്രന്ഥി. അതിൻ്റെ പേരാണ് പിറ്റ്യൂട്ടറി. ഈ പിറ്റ്യൂട്ടറിയുടെ വലിപ്പം 9 മില്ലിമീറ്റർ, വെയിറ്റ് 0.5 ഗ്രാം. നമ്മുടെ ഒരു പഴയ ബോൾ പെന്നിന് നിബിൻ്റെ വലിപ്പമേ പിറ്റ്യൂട്ടറിക്കുള്ളൂ. ആ പിറ്റ്യൂട്ടറിയെ നമ്മൾ എന്തുകൊണ്ടാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്? പിറ്റ്യൂട്ടറിയിൽ നമുക്ക് 5 ഹോർമോൺ വരുന്നു. ഫസ്റ്റ് ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ഒരു വ്യക്തിക്ക് പൊക്കം വെക്കണമെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ വേണം. ഗ്രോത്ത് ഹോർമോൺ കൂടുമ്പോൾ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ വ്യക്തിയാവുന്നു. ഗ്രോത്ത് ഹോർമോൺ കുറയുമ്പോൾ നമ്മൾ കുള്ളൻ എന്ന് മലയാളത്തിൽ വിശേഷിപ്പിക്കുന്ന ഡ്വാർഫായി മാറുന്നു. രണ്ടാമത് ലൈംഗിക അവയവത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേ നമുക്കറിയാം യൂട്രസ് ഓവറി ഉണ്ട്. ഒരാൺകുട്ടി നവജാത ശിശു ജനിച്ചു വരുമ്പോഴേ ലിംഗവുമുണ്ട്, വൃഷ്ണമുണ്ട്. പക്ഷേ ഇതെപ്പം കൗമാരത്തിലേക്ക് കിടക്കണം, എപ്പം വൃഷ്ണം വർക്ക് ചെയ്യണം, എപ്പം ആർത്തവം ആരംഭിക്കണം എന്ന് തീരുമാനിക്കുന്ന തലച്ചോറിലെ പിറ്റ്യൂട്ടറിയുടെ 2 ഹോർമോൺ. അതിൻ്റെ പേരാണ് FSH, LH. സോ FSH, LH പിറ്റ്യൂട്ടറിൽ നിന്ന് വരുമ്പോൾ ലൈംഗിക വളർച്ച വരുന്നു. ഗ്രോത്ത് ഹോർമോൺ പിറ്റ്യൂട്ടറിൽ നിന്ന് വരുമ്പോൾ എല്ലുകൾ വളരുന്നു. അതിന് പരമായി വ്യക്തി വളരുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാം, കഴുത്തിലെ തൈറോയിഡിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്ന TSH വരുന്നതും തലച്ചോറ്. നമ്മുടെ എല്ലാം ബോഡിയിലെ വെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് കോർട്ടിസോൾ. ഇത് തന്നെയാണ് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതും. സോഡിയം പൊട്ടാസ്യം, ചില പ്രായമുള്ളവർ പറയും ഉപ്പിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് കുറഞ്ഞു. സോഡിയം പൊട്ടാസ്യം ഈ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നതും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള ACTH. സോ കേൾക്കുന്നവരറിയാൻ, ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി പിറ്റ്യൂട്ടറി, ഫസ്റ്റ് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ പൊക്കത്തിന്, ലൈംഗിക വളർച്ചയ്ക്ക് FSH, LH, തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ TSH, ബോഡിയിലെ ബ്ലഡ് പ്രഷറിനും തൂക്കത്തിനും സോഡിയം പൊട്ടാസ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ACTH. പിന്നെ ഒരു അമ്മ മാതൃത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് വേണ്ടത് ഒരു കൊച്ചിന് മുലപ്പാൽ കൊടുക്കുക. സോ അമ്മയുടെ പാൽ ഉൽപ്പാദനം ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് പ്രൊലാക്റ്റിൻ. സോ പ്രൊലാക്റ്റിൻ കൂടുമ്പോൾ ഒരു പെണ്ണിന് ഗർഭവതി ആവാതെ തന്നെ പാല് വരുന്നു. ആണുങ്ങൾക്ക് വരെ പാല് വരുന്നു, വന്ധ്യത വരുന്നു. പ്രൊലാക്റ്റിൻ കുറയുമ്പോൾ സാധാരണക്കാർക്ക് പാലുൽപാദനം സാധ്യമാവുന്നില്ല. സോ ഒരാണിനെ ആണാക്കുന്നതും പെണ്ണിനെ പെണ്ണാക്കുന്നതും ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ പൊക്കം, ബുദ്ധി, ലൈംഗിക വളർച്ച. പൊക്കത്തിന് ഗ്രോത്ത് ഹോർമോൺ, ബുദ്ധിക്ക് തൈറോയിഡ്, ലൈംഗിക വളർച്ചയ്ക്ക് സ്ത്രീക്ക് ഈസ്ട്രജൻ, പുരുഷന് ടെസ്റ്റോസ്റ്ററോൺ. ഇതിൻ്റെ കൺട്രോൾ പിറ്റ്യൂട്ടറി എന്ന ആ ഗ്രന്ഥിയാണ് നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും സാർ, നമുക്ക് എപ്പോഴും അറിയാം, ഈ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ കൗമാരപ്രായത്തിലെ ആൺകുട്ടികളാണെങ്കിൽ ഏതൊരു അച്ഛനമ്മയ്ക്കും ഈ കുട്ടിക്ക് ആവശ്യത്തിന് പൊക്കം വെച്ചിട്ടില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമായിരിക്കാം. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് ഒരു ടീനേജ് പ്രായത്തിലേക്ക് ഏറ്റവും കൂടുതൽ പേരൻസ് കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ ഒരു പൊക്കം എങ്ങനെ, നമുക്കൊരാളുടെ പൊക്കം എങ്ങനെ കണക്കാക്കാം? അത് നമുക്ക് പൊക്കം കൂട്ടാനായിട്ട് വിദ്യകളുണ്ടോ? എപ്പോഴും മനസ്സിലാക്കേണ്ട, കേരളത്തിലെ ഒരു ആവറേജ് സ്ത്രീയുടെ പൊക്കം 160 സെൻറ്റിമീറ്റർ, ആവറേജ് പുരുഷൻ്റെ 170 സെൻറ്റിമീറ്റർ. ഒരു വ്യക്തിയുടെ പൊക്കത്തിനെ 90% തീരുമാനിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെയും പൊക്കമാണ്. നമ്മുടെ പല ആൾക്കാരും അപ്പനും അമ്മയ്ക്കും പൊക്കം ഇല്ലെങ്കിലും മക്കൾക്ക് നല്ല പൊക്കം വെക്കുന്നുണ്ട്. സോ അച്ഛൻ്റെ അമ്മയുടെയും പൊക്കത്തിന് ആനുപാതികമായി ഒരു വ്യക്തിക്ക് എത്ര പൊക്കം വെച്ചു എന്നറിയാൻ എന്തൊക്കെ ടെസ്റ്റുകളുണ്ട്. സോ ഫസ്റ്റ്, ഒരു വ്യക്തിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പൊക്കത്തിൽ നിന്ന് ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ വലുതാകുമ്പോൾ എത്ര പൊക്കം വയ്ക്കാൻ എന്നൊരു ഫോർമുലയുണ്ട്. ഫാദേഴ്സ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ പ്ലസ് മദേഴ്സ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2. ഇത് കേൾക്കുന്ന പ്രേക്ഷകരായ ഒരു പിതാവിനും മാതാവിനും 5 അടി വീതം പൊക്കമെന്ന് സങ്കല്പിക്കുക. 5 അടി എന്ന് വെച്ചാൽ 150 സെൻറ്റിമീറ്റർ. സോ ഫാദേഴ്സ് ഹൈറ്റ് സെൻറ്റിമീറ്റർ എടുക്കുക 150 പ്ലസ് മദേഴ്സ് ഹൈറ്റ് സെൻറ്റിമീറ്റർ എടുക്കുക 150 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ പിന്നെയും 150 പ്ലസ് 6.5 ഒരു ആൺകുട്ടിയാണെങ്കിൽ 18 വയസ്സാകുമ്പോൾ വെക്കാവുന്ന പൊക്കം, മൈനസ് 6.5 ഒരു പെൺകുട്ടിയാണെങ്കിൽ കൗമാരപ്രായത്തുമ്പോൾ വെക്കാവുന്ന പൊക്കം. സോ അച്ഛൻ്റെ അമ്മയുടെ ആനുപാതികമായി ഒരു കുട്ടിക്ക് വെക്കാവുന്ന പൊക്കത്തിനും കുറവാണ് ഒരു കുട്ടിക്ക് വെക്കുന്നതെങ്കിൽ, സപ്പോസ് നമ്മുടെ ഇളയ കുട്ടി നല്ലതായിട്ട് വളരുന്നു, മൂത്ത കുട്ടി വളരുന്നില്ല, സമശീർഷക്കാരായ മറ്റു കൂട്ടുകാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ മക്കൾക്ക് നല്ല പൊക്കമുണ്ട്, എൻ്റെ കൊച്ചു വളരുന്നില്ല. അല്ലെ സ്കൂളിൽ നമുക്കെല്ലാം അറിയാം, എപ്പോഴും അസംബ്ലിയിൽ പൊക്കം നോക്കിയാണ് നിൽക്കുന്നത്. ഏറ്റവും പൊക്കം കുറവുള്ള കുട്ടി ഫ്രണ്ട് റോ, ഏറ്റവും പൊക്കം കൂടുതലാണ് ബാക്ക് റോ. നമ്മുടെ കുഞ്ഞ് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഫ്രണ്ട് റോയിൽ നിൽക്കുന്നു, ബാക്കിയുള്ള പിള്ളേർ വളർന്ന് ബാക്കിലോട്ട് വരുന്നു. ഇതിൻ്റെ അർത്ഥം മറ്റുള്ള കുട്ടികൾക്ക് പൊക്കം വയ്ക്കുന്നു, നമ്മുടെ കുഞ്ഞിന് പൊക്കം വയ്ക്കുന്നില്ല. പണ്ട് പലപ്പോഴും പൊക്കം ഇല്ലാത്ത കൊച്ചിനെ കൊണ്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന ഡോക്ടർ എന്താ പറയും, നോക്കിയിട്ട് പറയും ഇത് കുഴപ്പമൊന്നുമില്ല, 10 വയസ്സല്ലേ ആയുള്ളൂ, പിള്ളേർക്കെല്ലാം 16 വയസ്സ് വരെ പൊക്കം വയ്ക്കും. സോ വീട്ടിൽ ചെന്ന് ചീരയും മുരിങ്ങയിലയും പാവയ്ക്കയും സസ്യവർഗ്ഗങ്ങൾ നന്നായിട്ട് കൊടുക്കുക, കൊച്ചിൻ്റെ അടുത്ത് എക്സസൈസ് ചെയ്യാൻ പറ, ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ, കമ്പി പിടിച്ച് നാലാൻ പറ. ഇങ്ങനത്തെ കുറേ ലൊടുക്ക് ഉപദേശം
പ്രദേശങ്ങളിൽ നിന്ന് പലപ്പോഴും വിടും. ഇപ്പം നമുക്കറിയാം പൊക്കമില്ലാത്തതിൽ 50% കുട്ടികൾക്കും കൗമാരം എത്തുമ്പോൾ പൊക്കം വെക്കും. അതാണ് നമ്മൾ പണ്ട് പറയുന്നത് കൊച്ചങ്ങ് വളർന്നു പോയല്ലോ, പ്രീഡിഗ്രി ആയപ്പം വളർന്നു, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വളർന്നു. ഇങ്ങനെ നമ്മൾ പറയുന്നതാണ് ലേറ്റ് പിബേർട്ടി അഥവാ ലേറ്റ് ബ്ലൂമർ. കൗമാരം എത്തുമ്പോൾ 50% ആൾക്കാർ വളരും. ബാക്കി 50% പേർക്ക് ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവോ ഗ്രോത്ത് ഹോർമോൺ റെസ്പോൺസീവ് കണ്ടീഷനായി ബർത്ത് വെയിറ്റ് കുറവോ ക്രോമസോം തകരാറോ ഉള്ളവർക്ക് ഗ്രോത്ത് ഹോർമോൺ എടുത്തെങ്കിൽ പൊക്കം വയ്ക്കത്തില്ല. ഇവരിൽ പലരും നമ്മുടെ അടുത്ത് വരുന്നത് 16ഉം 18ഉം വയസ്സായിട്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 14 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്കും 16 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പലപ്പോഴും എല്ലുകൾ ചേർന്ന് പോകും. എല്ലുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ എടുത്താൽ പിന്നെ നീളം വയ്ക്കത്തില്ല, വീതി മാത്രമേ വെക്കൂ. സോ എപ്പോഴും അറിയേണ്ടത് 50% പൊക്കക്കുറവുള്ളവർക്കേ കൗമാരത്തിൽ പൊക്കം പിടിച്ചു കയറൂ. അല്ലാതെ പൊക്കക്കുറവുള്ളവർ കൊച്ചു പ്രായത്തിലെ ഒരു ഡോക്ടറിനെ കണ്ട്, എൻഡോക്രിസ്റ്റിനെയോ പീഡിയാട്രിഷനെയോ ആരെയോ കണ്ട് ഡോക്ടറെ അടുത്ത് ചോദിക്കുക, ഡോക്ടറെ എൻ്റെ മോന് പൊക്കക്കുറവുണ്ട്, ഇത് കൗമാരം എത്തുമ്പോൾ തന്നെ പിടിച്ചു കയറുന്ന ഡിലേറ്റ് പിബേർട്ടി അഥവാ ലേറ്റ് ബ്ലൂമർ ആണോ, അതോ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൈറോയിഡോ കാൽസ്യമോ വൈറ്റമിൻ ഡിയോ ജന്മന ബർത്ത് വെയിറ്റ് കുറവോ ക്രോമസോം തകരാറോ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവുണ്ടോ എന്ന് നോക്കുക. ഗ്രോത്ത് ഹോർമോൺ കുറവുണ്ടെങ്കിൽ ആദ്യമേ ഗ്രോത്ത് ഹോർമോൺ എടുക്കുക. എപ്പോഴും ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, ഒരു കുട്ടിക്ക് 3 വളർച്ചയേ ഉള്ളൂ. 1 പൊക്കം, 2 ബുദ്ധി, 3 ലൈംഗിക വളർച്ച. ബുദ്ധി ഉണ്ടോ ഇല്ലയോ നമ്മൾ ജനിക്കുമ്പോഴേ ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും TSH തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്നു. തൽഫലമായി ജന്മനാ തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് അപ്പോഴേ തൈറോയിഡിൻ്റെ ചികിത്സ കൊടുക്കുന്നു. ഒരു പെൺകുട്ടിക്ക് 13 വയസ്സായിട്ടും ആർത്തവം വന്നില്ലെങ്കിലും ഒരു ആൺകുട്ടിക്ക് മിക്കപ്പോഴും 14 വയസ്സിൽ ലൈംഗിക വളർച്ച വന്നില്ലെങ്കിലും അപ്പനും അമ്മയും ബോധവാനാകുന്നു, അവരൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണുന്നു. പക്ഷേ പൊക്കമില്ലെങ്കിലോ പലപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു, പിന്നെ വെക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് 16 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരും. ഈ 16 വയസ്സ് കഴിഞ്ഞാൽ പലപ്പോഴും ഗ്രോത്ത് ഹോർമോൺ എടുത്തിട്ട് കാര്യമില്ല. സോ പൊക്കക്കുറവുണ്ടെങ്കിൽ ആദ്യമേ പൊക്കക്കുറവ് ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവാണെന്ന് പറഞ്ഞ് എന്നിട്ട് ചികിത്സ എടുക്കുക. നമ്മുടെ പല ആൾക്കാരും ചോദിക്കും പൊക്കമില്ലെങ്കിൽ എന്തോ അസുഖം, ലിവറോ കിഡ്നിയോ ഹാർട്ടോ എന്തോ അസുഖം, പൊക്കക്കുറവിന് ഒന്നുമില്ല. പക്ഷേ പൊക്കക്കുറവുള്ളവർക്ക് ജീവിതത്തിൽ വരുന്ന ഒറ്റ അസുഖമേ ഉള്ളൂ, അതിൻ്റെ പേരാണ് അപകർഷതാബോധം. കുട്ടിക്കാലം തൊട്ട് കൗമാരം മുതൽ ജോലിക്ക് പോകുമ്പോൾ മുതൽ കല്യാണപ്രായത്തും എല്ലാവരുടെ മുമ്പിൽ പൊക്കക്കുറവുള്ളവനെ പുച്ഛിക്കൽ, അല്ലെങ്കിൽ ഒരു കളിയാക്കൽ, ഒരു SI സെലക്ഷനോ IAS ഓഫീസറിനോ പോകുമ്പോൾ മിനിമം വേണ്ട പൊക്കം കിട്ടാതിരിക്കുക. ഈ അവജ്ഞ ജീവിതകാലം മുഴുവൻ ഒരു പയ്യൻ അനുഭവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്നു. അതിൻ്റെ പേരാണ് ഫ്രസ്ട്രേഷൻ. ശരിക്കും പൂർണ്ണമായി പറഞ്ഞാൽ നിരാശ. വണ്ണമുള്ള ഒരു വ്യക്തിക്ക് വണ്ണം കുറയ്ക്കാം, കഷണ്ടിയുള്ള ഒരാൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, വിഗ് വെക്കാം. ലിംഗത്തിന് നീളക്കുള്ള ഒരു വ്യക്തിക്ക് ഏത് പ്രായത്തിൽ നമ്മുടെ അടുത്ത് വന്നാലും ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ എടുക്കാം. പക്ഷേ ഗ്രോത്ത് ഹോർമോൺ കുറവുള്ളവന് 14 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്കും 16 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടിക്കും ആ ഹോർമോൺ എടുത്തുകൊണ്ട് പ്രയോജനമില്ല. സോ നമ്മൾ എപ്പോഴും പറയും ഹൈറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വെൽത്ത് ഓൺ എർത്ത്. ലോകത്തിലെ ഏറ്റവും നല്ല മൂലധനത്തിലൊന്ന് പൊക്കവും ബുദ്ധിയും നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. സോ പൊക്കക്കുറവുള്ളവർ ആദ്യമേ ഡോക്ടറിനെ കണ്ട് എന്തുകൊണ്ട് പൊക്കക്കുറവ് നോക്കി അതിൻ്റെ നീക്കുപോക്ക് ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പൊക്കക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ 5 അടിയോ 5.5 അടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇവർക്ക് സ്വന്തം കുട്ടികൾക്ക് മറ്റുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ കണക്ക് കൂടുതൽ പൊക്കം വേണമെന്ന് വിചാരിച്ചാൽ സാധിക്കും? ആ ചോദ്യമാണ് ബെസ്റ്റ് ചോദ്യം. ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. അച്ഛൻ്റെ അമ്മയുടെ ആനുപാതികമായിട്ടുള്ള ജെനറ്റിക് പൊട്ടൻഷ്യലേക്ക് കിട്ടും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫോർമുല. ഫാദേഴ്സ് സൈഡ് പ്ലസ് മദേഴ്സ് സൈഡ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6.5. അതാണ് മിനിമം ഹൈറ്റ്. അതിൽ നിന്ന് പ്ലസ് 8.5 വരെ കിട്ടാം. പക്ഷേ നോർമൽ ജെനറ്റിക് പൊട്ടൻഷ്യൽ, സപ്പോസ് അച്ഛനും അമ്മയ്ക്കും 5 അടി വീതം പൊക്കം, ഞാൻ മുമ്പേ പറഞ്ഞു 150 പ്ലസ് 150 ഡിവൈഡഡ് ബൈ 2 156.5 കിട്ടണം. അതിൽ നിന്ന് പ്ലസ് 8.5 വരെ കിട്ടാം. സോ ഒരു കുട്ടിക്ക് 14 വയസ്സായപ്പോഴേ 160 ആയി. അച്ഛനും അമ്മയുടെ ആവറേജ് 156 ഉള്ളൂ. അവർ ഒന്ന് പറയുന്നത് ഡോക്ടർ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ പൈസയുണ്ട്, കുറച്ച് ഗ്രോത്തും എടുത്ത് പൊക്കം വയ്ക്കും. ഒരിക്കലും ഇല്ല. ആ ജെനറ്റിക് പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള പൊക്കേ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, 90% ഒരു വ്യക്തിയുടെ പൊക്കവും തീരുമാനിക്കപ്പെടുന്നത് അച്ഛൻ്റെ അമ്മയുടെയും പൊക്കമാണ്. സോ അച്ഛൻ്റെ അമ്മയുടെ ആനുപാതികമായി പൊക്കം വെക്കുന്നില്ല, അല്ലെ അതിനെക്കാട്ടിലും കുറവാണ് കിട്ടുന്നെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഹോർമോൺ ലഭിക്കൂ. അതിന് ഫെമിലിയൽ ഷോർട്ട് സ്റ്റേച്ചർ. പൊക്കക്കുറവുള്ള അച്ഛനും അമ്മയ്ക്കും പൊക്കക്കുറവ് ആനുപാതികമായുള്ള കുട്ടി ജനിക്കും. പക്ഷേ പൊക്കമുള്ള അച്ഛനും അമ്മയ്ക്കും അത്രയും പൊക്കമില്ലാത്ത കുട്ടി ജനിക്കുന്നു. അല്ലെ ഇളയ സഹോദരന് പൊക്കം വെക്കുന്നു, മൂത്തത് വെക്കുന്നില്ല. അല്ലെ കുടുംബത്തിൽ എല്ലാവർക്കും പൊക്കമുണ്ട്, നമുക്ക് വെക്കുന്നില്ല. സോ ആ പൊക്കക്കുറവിനെ ഗ്രോത്ത് ഹോർമോൺ വിളിക്കും. എന്ന് വെച്ചാൽ ശരീരത്തിൽ ഹോർമോണിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കുക, തൈറോയ്ഡ് കുറവുണ്ടെങ്കിൽ തൈറോയ്ഡ് എടുക്കുക, പുരുഷ ഹോർമോൺ കുറവുണ്ടായിട്ട് ലിംഗത്തിന് നീളം വെക്കുന്നെങ്കിൽ പുരുഷ ഹോർമോൺ എടുക്കുക, ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവുകൊണ്ട് പൊക്കം വെച്ചില്ലെങ്കിൽ GH എടുക്കുക. സോ അപ്പൻ്റെ അമ്മയുടെയും പൊക്കം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ഗ്രോത്ത് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യൂ. അതിനാണ് ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സ തേടിയതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് ബ്ലഡ് ചെക്കിങ് ചെയ്തതിന് ശേഷം മാത്രം ഗ്രോത്ത് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യാം. സർ, നമുക്കറിയാം ഒരു പെൺകുട്ടി അറിയാം, വീട്ടിലെ പേരൻസിന് അറിയാം, അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ അറിയാം അവർ കുട്ടി പ്രായപൂർത്തിയാവുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടി പ്രായപൂർത്തിയായിട്ടുണ്ടോ, പ്രത്യേകിച്ച് ചില കുട്ടികളൊക്കെ ഉണ്ട് അതൊരു 18 വയസ്സാവുമ്പോഴത്തേക്ക് പോലും അവർക്ക് സാധാരണഗതിയിൽ പൊടി മീശയിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഈ സെക്സ് ഹോർമോൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഡെഫിഷ്യൻസി ആൺകുട്ടികളിൽ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? എപ്പോഴും നമുക്കറിയേണ്ടത് സ്ത്രീയുടെ സെക്സ് ഹോർമോൺ പേര് ഈസ്ട്രജൻ, ഓവറി അഥവാ അണ്ടാശയത്തിൽ വരുന്ന ഈസ്ട്രജൻ. ഞാൻ മുമ്പേ പറഞ്ഞു പുരുഷൻ്റെ സെക്സ് ഹോർമോൺ
ടെസ്റ്റിസ് അഥവാ വൃഷ്ണത്തിൽ നിന്ന് വരുന്ന ടെസ്റ്റോസ്റ്ററോൺ. ഒരു പെണ്ണിന് ഇദ്ദേഹം പറഞ്ഞ പോലെ ലൈംഗിക വളർച്ച ഉണ്ടോ എന്ന് അറിയാൻ എളുപ്പമാണ്. പെണ്ണിന് ബ്രസ്റ്റ് ഉണ്ട്, ഒരമ്മ പറയുന്നു മാസമുറ കൃത്യമായിട്ട് വരുന്നുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൾ പൂർണ്ണ കായിക സ്ത്രീയാണ്. പക്ഷെ ഒരു പുരുഷനെ കണ്ടാലോ നോർമൽ വെൽ ബിൽറ്റ് ആയിരിക്കും, കണ്ടാൽ സുമുഖനായിരിക്കും. പക്ഷേ അവന് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലിംഗത്തിന് വേണ്ട നീളം വേണമെന്നില്ല, വൃഷ്ണം അഥവാ ടെസ്റ്റിസിന് വേണ്ട വലിപ്പം വേണമെന്നില്ല, പുരുഷൻ്റെതായ സ്വരം വേണമെന്നില്ല, മസിൽ പവർ പുരുഷൻ്റെ വേണമെന്നില്ല, രോമ വളർച്ചയും പുരുഷൻ്റെ വേണമെന്നില്ല. സോ കണ്ടാൽ പൂർണ്ണകായിക പുരുഷൻ, പക്ഷേ ലിംഗത്തിനും വൃഷ്ണത്തിനും ശാരീരികമായ മസ്കുലാരിറ്റിക്കും പുരുഷൻ്റെതായ ആകൃതിയില്ല. സോ ഓരോ പ്രായത്തിലും പുരുഷന്മാർക്ക് ലിംഗത്തിന് ഓരോ വലിപ്പമുണ്ട്, വൃഷ്ണത്തിനും ഓരോ വലിപ്പമുണ്ട്. ഒരു ആവറേജ് പുരുഷൻ്റെ വൃഷ്ണം അഥവാ ടെസ്റ്റിസിൻ്റെ വലിപ്പം 12 മുതൽ 25 cc കിടക്കായിരിക്കും. അതാണ് സഞ്ചിക്കകത്തുള്ള ടെസ്റ്റിസ്. അത് പലപ്പോഴും നമുക്ക് ഒരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കാം. സ്കെയിലിൽ അതിൻ്റെ ബിഗ്ഗസ്റ്റ് ലെങ്ത് 3.5 to 5.5 സെൻറ്റിമീറ്റർ. ഒരാണിൻ്റെ 16 വയസ്സ് കഴിഞ്ഞാൽ വൃഷ്ണത്തിൻ്റെ നീളം 3.5-നും 5.5 സെൻറ്റിമീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ നോർമൽ. ഇത് സി സിയിൽ കൺവേർട്ട് ചെയ്താൽ 12 to 25 cc. ഓരോ പ്രായത്തിനും ലിംഗത്തിനും വലിപ്പമുണ്ട്. ഒരു നവജാത ശിശുവിൻ്റെ ലിംഗത്തിൻ്റെ ഉദ്ധരിച്ച അവസ്ഥയിലെ വലിപ്പം 2.5 സെൻറ്റിമീറ്റർ, 10 വയസ്സ് താഴെ 5.5, 13 വയസ്സാകുമ്പോൾ 6.5. ഒരു മുതിർന്ന ഇന്ത്യയിലെ പുരുഷൻ്റെ ആവറേജ് ഉദ്ധരിച്ച അവസ്ഥയിലെ ലിംഗത്തിൻ്റെ വലിപ്പം 9.4 സെൻറ്റിമീറ്റർ. സോ ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയായിട്ടും തോന്നുന്നു അവന് വേണ്ട രീതിയിൽ ലിംഗത്തിന് വലിപ്പമില്ല, അല്ലെങ്കിൽ വൃഷ്ണത്തിന് വലിപ്പമില്ല, ബീജം വേണ്ട അവസ്ഥയിൽ വരുന്നില്ല, വരാത്തതല്ല അതിൻ്റെ കൗണ്ട് വേണ്ട രീതി വരുന്നില്ല, ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മസിൽ വെക്കുന്നില്ല. മറ്റു കുട്ടികൾക്ക് മീശയും താടിയും വരുന്നു, എനിക്ക് വരുന്നില്ല. എൻ്റെ സ്വരം പുരുഷനെ പോലെ ഉറയ്ക്കുന്നില്ല. എന്നെ കണ്ടാൽ പൊതുവെ ഒരു സ്ത്രൈണിക ഭാവം അല്ലെ ലൈംഗിക ഏച്ഛ എനിക്ക് സ്ത്രീകളെക്കാട്ടിലും പുരുഷന്മാരുടെ ഒരു പരിധി വരെ കൂടുന്നു. ഇങ്ങനെ എന്തെങ്കിലും വേരിയേഷൻ സെക്സിനോ ലിംഗത്തിന് വലിപ്പത്തിനോ വൃഷ്ണത്തിനോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡോക്ടറെ കണ്ടവൻ്റെ പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്ററോൺ അളവ് ചെക്ക് ചെയ്യുക. കേൾക്കുന്നവരറിയാൻ നോർമൽ ഒരു 16 വയസ്സ് കഴിഞ്ഞ ആണിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ അളവ് 3 to 10 നാനോഗ്രാം പെർ ഇടയ്ക്കായിരിക്കണം. ഒരു ലാബിൽ ചെന്ന് രാവിലെ 10 മണിക്ക് മുമ്പ് നമുക്ക് സ്വയം 300-400 കൊടുത്ത് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പുരുഷ ഹോർമോണിൻ്റെ അളവ് 3.5 താഴെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ എനിക്ക് 16 വയസ്സ് കഴിഞ്ഞു, എനിക്ക് വേണ്ട രീതിയിൽ പുരുഷ ഹോർമോണിൻ്റെ അളവില്ല, ഇതെന്തുകൊണ്ടാണ് എനിക്ക് വരാത്തത്? എൻ്റെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി നിങ്ങൾ പറഞ്ഞ പോലെ പിറ്റ്യൂട്ടറിയുടെ അളവ് കുറവായ FSH കുറവായിട്ടാണോ, അതോ ജന്മനാ എൻ്റെ വൃഷ്ണം വർക്ക് ചെയ്യാത്ത ക്രോമസോം തകരാറ് ക്ലൈൻഫെൽറ്ററോ വൃഷ്ണത്തിന് ഡെവലപ്മെൻ്റ് ആണോ, അതറിയാൻ വേണ്ടി FSH പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യുക. പുരുഷ ഹോർമോൺ ഇപ്പോൾ പല രൂപത്തിൽ അവൈലബിളാണ്. പണ്ട് ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ, ടെസ്റ്റോസ്റ്ററോൺ സിസ്റ്റനോൺ ഇഞ്ചക്ഷനേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ക്യാപ്സൂൾ വന്നിട്ട് 5 കൊല്ലമായി. ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ജെല്ലും വന്നിട്ടുണ്ട്. സോ പണ്ട് അമേരിക്കയിൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ജെല്ലുള്ളായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ജെല്ലുണ്ട്. സോ ജെല്ല് തേച്ചാലും നമുക്കറിയാം ലിംഗത്തിന് വലിപ്പവും നീളവും വയ്ക്കും. പക്ഷേ എപ്പോഴും പൗരുഷഭാവം കുറവുള്ളവരാണ് ബ്ലഡിലെ അതിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ അളവ് നോക്കുക. എന്നിട്ട് എന്തുകൊണ്ട് അത് കുറഞ്ഞു എന്നറിയുന്ന പിറ്റ്യൂട്ടറിയുടെ FSH പ്രൊലാക്റ്റിൻ തേക്കുക. എന്നിട്ട് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമേ ചികിത്സ എടുക്കാവൂ. ബിക്കോസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹോർമോൺ കുറവുണ്ടെങ്കിൽ മാത്രം എടുക്കുക. നോർമൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള വ്യക്തി മസിൽ വെക്കാനും കുറച്ചുകൂടെ നമ്മൾ മുമ്പേ പറഞ്ഞു ലിംഗത്തിന് നീളം വെക്കാനും കുറച്ചുകൂടെ പൗരുഷം വെക്കാനും കുറച്ചുകൂടെ രോമം വെക്കാനും പുരുഷ ഹോർമോൺ നോർമലാണ്. എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്താൽ പലപ്പോഴും ബ്രസ്റ്റ് വലുതാവുകയും പ്രോസ്റ്റേറ്റിന് ക്യാൻസർ വരികയും ചെയ്യത്തുള്ളൂ. സോ ഹോർമോൺ ദുരുപയോഗം ചെയ്യരുത്. ബോഡിയിൽ കുറവുണ്ടെങ്കിൽ ഉപയോഗിക്കുക മാത്രമേ ചെയ്യാവൂ. അതുപോലെ തന്നെ കൗമാരപ്രായത്തിലുള്ള അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആൺകുട്ടികളുടെ ഗൈനക്കോമാസ്റ്റിയ. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ അത് ആൺകുട്ടികളെ പോലെ ഹെയർ ഗ്രോത്ത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുക? ഒരു ആൺകുട്ടിക്ക് ബ്രസ്റ്റിൻ്റെ വളർച്ച ഇദ്ദേഹം പറഞ്ഞ പോലെ ഗൈനക്കോമാസ്റ്റിയ, ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സ്പെഷ്യാലിറ്റി, മാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ്. ഒരു സ്ത്രീയെ പോലെ ഒരു ആണിന് ബ്രസ്റ്റ് വരിക, പുരുഷനെ പോലെ ഒരു സ്ത്രീക്ക് രോമം വരിക, ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു പയ്യന് 14 വയസ്സ് ബ്രസ്റ്റ് വരുന്നു, നമുക്ക് 2 കാര്യം കൊണ്ട് വരാം. ഒന്ന് കൊഴുപ്പടിയാം, അമിത വണ്ണം ഉള്ളവർക്ക്, അതിൻ്റെ പേരാണ് ലൈപ്പോമാസ്റ്റിയ. 2 ബ്രസ്റ്റ് തന്നെ വരാം, അതിൻ്റെ പേരാണ് ഗൈനക്കോമാസ്റ്റിയ. സോ ഒരു ആണിന് 14 വയസ്സിൽ ബ്രസ്റ്റ് വന്നാൽ നമുക്കറിയാം 40% ആൺകുട്ടികൾക്കും കൗമാരത്തിൽ കിടക്കുമ്പോൾ ഒരു ചെറിയ ബ്രസ്റ്റ് വരാം. നന്നായിട്ട് വ്യായാമം ചെയ്താലും വെയിറ്റ് കുറച്ചാലും എക്സസൈസ് ചെയ്താലും പലപ്പോഴും 16 വയസ്സ് കഴിയുമ്പോൾ ഈ ബ്രസ്റ്റ് തന്നെ ചൊട്ടും. സോ ഒരു കൗമാരക്കാരന് 13 വയസ്സ് കഴിയുമ്പോൾ ബ്രസ്റ്റ് വരുന്നു. എൻ്റെ അച്ഛനും അമ്മയും നല്ലതായിട്ട് വ്യായാമം ചെയ്യാൻ പറഞ്ഞു, എക്സസൈസ് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും 1 മുതൽ 3 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടും ബ്രസ്റ്റിൻ്റെ അളവ് കുറയുന്നില്ല, മറിച്ച് സ്തനവലിപ്പം കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ചെന്നിട്ട് അവൻ്റെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണും സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനും ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ളവർക്ക് പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറവുണ്ടെങ്കിലും സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കൂടിയാലും ബ്രസ്റ്റിൻ്റെ എൻലാർജ്മെൻറ്റ് വരാം. സോ അതിനാണ് നമ്മൾ പുരുഷ ഹോർമോണിൻ്റെ മുമ്പേ പറഞ്ഞ ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ ക്രീമോ തേക്കുക. സ്ത്രീ ഹോർമോൺ ഇവൻ്റെ ശരീരത്തിൽ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്, റെലോക്സിഫിൻ, ടെമോക്സിഫിൻ, ഫ്ലോമിഫിൻ. ഈ മരുന്നുകൾ കഴിച്ച് ബ്രസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കുക. സോ കേൾക്കുന്നവർ പറയുന്നത് കൗമാരത്തിൽ 40% എസ്പെഷ്യലി തടിയുള്ള കുട്ടികൾക്ക് സ്തനം വരാം. വന്ന ഉടനെ ഓപ്പറേഷൻ ചെയ്യുകയോ ഡോക്ടറിനെ കാണുകയല്ല, 1 വർഷം മുതൽ 3 വർഷം വരെ എക്സസൈസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും കുറഞ്ഞു തുടങ്ങിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത് മറിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ പുരുഷ ഹോർമോൺ
ഹോർമോണും സ്ത്രീ ഹോർമോണും ചെക്ക് ചെയ്യുക. സ്ത്രീ ഹോർമോൺ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറെ കണ്ട് മരുന്നെടുക്കുക. എന്നിട്ടും ബ്രസ്റ്റിൻ്റെ വലിപ്പം ഹോർമോണിൻ്റെ മരുന്നുകളിൽ 50% കൗമാരക്കാർക്കും കുറയാം. എന്നിട്ടും ബ്രസ്റ്റിൻ്റെ വലിപ്പം കുറഞ്ഞില്ലെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് സർജറി അഥവാ ലൈപ്പോസെക്ഷൻ ചെയ്ത് ബ്രസ്റ്റിൻ്റെ മാമോപ്ലാസ്റ്റ് ചെയ്ത് ബ്രസ്റ്റിൻ്റെ വലിപ്പം കുറയ്ക്കുക. രണ്ടാമത്തെ ഒരു ഇഷ്യൂ അഭിലാഷ് പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് പറയുന്നത് രോമവളർച്ച ഇല്ലാത്ത പല പുരുഷന്മാരും ഉണ്ട്. ഇന്ന് തന്നെ രാവിലെ ഞാൻ നോക്കിയിരുന്നപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു ഡോക്ടർ 32 വയസ്സുണ്ട്, സർക്കാർ ജോലി, പക്ഷേ കല്യാണം നടക്കുന്നില്ല, എവിടെ ചെന്നാലും പയ്യനാന്ന് പറയുന്നത്, എത്ര പ്രായം എന്ന് പറയുമ്പോൾ എല്ലാം കൺഫ്യൂഷൻ. കണ്ടാൽ അവന് നോർമൽ ബോഡിയും എല്ലാം ഉണ്ട്, ലിംഗത്തിന് വലിപ്പമുണ്ട്, പക്ഷേ ബോഡിയിൽ രോമവളർച്ചയില്ല. സോ അവനെ കണ്ടാൽ പലപ്പോഴും ഒരു 18-20 വയസ്സുള്ള കോളേജ് പയ്യനാന്ന് തോന്നും, പ്രായം 32, പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞു. പക്ഷേ കല്യാണം വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവനെ കാണുന്നുണ്ട്, രണ്ടാമത് വിളി വരുന്നില്ല. കാരണം പെണ്ണിൻ്റെ വീട്ടുകാർ നോക്കുമ്പോൾ അവന് പ്രായമുണ്ടോ ഇല്ലയോ, കൊച്ചു പയ്യനാണെന്നോ എപ്പോഴും ഒരു ഡൗട്ട്. സോ പലപ്പോഴും മീശയും താടിയും രോമവളർച്ച ഇല്ലാത്ത കാരണം അപകർഷാപം അനുഭവിക്കുന്ന പല പുരുഷന്മാരും ഉണ്ട്. ഇവരും ഫസ്റ്റ് ചെയ്യേണ്ടത് പുരുഷ ഹോർമോണിൻ്റെ അളവ് നോക്കുക. പുരുഷ ഹോർമോൺ കുറവുണ്ടെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാവൂ. പുരുഷ ഹോർമോൺ നോർമലാണെന്നിരിക്കട്ടെ, സപ്പോസ് ഒരു വ്യക്തിക്ക് ലിംഗത്തിന് നല്ല വലിപ്പമുണ്ട്, വൃഷ്ണത്തിന് വലിപ്പമുണ്ട്, കഷത്തിലും നാവിലും നല്ല രോമമുണ്ട്, പക്ഷേ മീശയും താടിയും മാത്രം കളിക്കുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷൻ അല്ല. മുമ്പേ നമ്മൾ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഐ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളെല്ലാം കണ്ടു. അതിനകത്ത് വിക്രം ഒരാൾക്ക് രോമം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ത്രീക്ക് ഒരു ലേപനം കലക്കി കൊടുക്കുന്ന പോലെ അങ്ങനത്തെ ഹോർമോണിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. പണ്ട് കഷണ്ടിക്ക് ഉപയോഗിക്കുന്ന മിനോക്സിലിൻ്റെ ഡ്രോപ്സ് 10%, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ജെല്ലും മിക്സ് ചെയ്താൽ ചില ആൾക്കാർക്ക് 80% ആൾക്ക് വരെ ഫേഷ്യൽ ഹെയർ വരാം. ബോഡിയിലെ ഹെയർ പുരുഷ ഹോർമോൺ നോർമലാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുകയേ ചെയ്ത്. സോ നമ്മൾ നിസ്സാരമായി കരുതുന്നു ഒരു പയ്യന് കുറച്ച് രോമമില്ല, എന്താ കുഴപ്പം എന്ന് നമ്മൾ നിസ്സാരമായി പുച്ഛിച്ചു വിടുന്ന അവൻ്റെ മനസ്സിലും അവൻ്റെ ജീവിതത്തിലും ഉണ്ടാക്കുന്ന അവൻ്റെ കൂട്ടുകാരെ കളിയാക്കുമ്പോഴും ഒരു പെൺകുട്ടി വന്ന് നിനക്ക് പ്രായം തോന്നില്ലെന്ന് പറയുമ്പോഴും അവൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ പ്രയാസമായിരിക്കും. അവന് രോമം ഉണ്ടാക്കി കൊടുക്കാൻ ഹോർമോണിൻ്റെ ഇഞ്ചക്ഷനോ ടാബ്ലറ്റിനോ കുറവുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതെപ്പോഴും ചെയ്യുക. ഇതേപോലെയാണ് പെൺകുട്ടികൾക്ക് സ്ഥാനവലിപ്പം ഇല്ലാത്തത്. പല കല്യാണം നടക്കാത്ത പെൺപിള്ളേരുടെയും വീട്ടുകാരൊന്നും ഡോക്ടറെ കൊച്ചിനെ കണ്ടിട്ട് ഒരു വലിപ്പമില്ല, വളർച്ചയില്ല എന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ പൊക്കമുണ്ട്, അത്യാവശ്യം വണ്ണമുണ്ട്, പക്ഷേ ആൾക്കാർ നോക്കുമ്പോൾ സ്ഥാനവലിപ്പം ഇല്ല. ഇത് വെച്ച് തന്നെ ഈ പയ്യന്മാർക്ക് മീശയില്ലാത്ത പോലെ അപകർഷാതെ എനിക്കുന്ന പല സ്ത്രീകളും ഉണ്ട്. ഇവരുടെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവും ഒരു പരിധിവരെ പ്രൊലാക്റ്റിൻ്റെ അളവും നോക്കുക. വണ്ണമുണ്ടെങ്കിലും ബ്രസ്റ്റ് വെക്കാം, വണ്ണമില്ലെങ്കിലും ബ്രസ്റ്റ് ഇല്ലാത്തവരുണ്ട്. ഇവർക്കും സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ ഹോർമോൺ എടുക്കാവൂ. പലപ്പോഴും നമ്മൾ പത്രങ്ങളിലും പരസ്യങ്ങളിലും കാണും, ഇന്ന നമ്പർ വിളിക്കൂ, പുഷ്ടിയുള്ള ശരീരത്തിന് ഈ നമ്പറിൽ നിന്ന് പൊടി വാങ്ങിച്ച് കഴിക്കൂ. പലപ്പോഴും ഈ പൊടി കഴിച്ച സ്ത്രീകളും ചില നടിമാരൊക്കെ നമ്മുടെ തരുമ്പോൾ നല്ല വണ്ണം വെച്ചിരിക്കും. ഈ പൊടിക്കകത്തുള്ള ഒന്നുമില്ല, സ്റ്റിറോയിഡ്, കോർട്ടിസോൾ പൊടിച്ചു വെച്ചതും മാലാഡി ഈസ്ട്രജൻ പൊടിച്ചു വെച്ചതുവാ. സോ തൽഫലമായി ഇത് എടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല പുഷ്ടി വരുന്നു. പക്ഷേ 1-2 മാസം കഴിയുമ്പോൾ ഷുഗറും കൊളസ്ട്രോളും ബി-പിയും ഡിപ്രഷനും എല്ലിന് തേയ്മാനും എല്ലാം വരുന്നു. സോ ബേസിക്കലി ബ്ലഡിൽ ഹോർമോണിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ മാത്രം എടുക്കുക, നോർമൽ ഉണ്ടെങ്കിൽ ഒരു ചികിത്സയ്ക്കും പോകരുത്. കറക്റ്റ് ഒരു എൻഡോക്രിനിസ്റ്റിനെ കണ്ട് ഹോർമോൺ ചെക്ക് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നോക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സ്ത്രീകളിലെ അമിതമായിട്ടുള്ള രോമ വളർച്ച നമുക്കറിയാം, ബ്യൂട്ടി പാർലറിലൊക്കെ സ്ഥിരമായിട്ട് 1-2 ദിവസങ്ങളിലോ 3 ദിവസത്തിലോ ഒക്കെ ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുക? എപ്പോഴും മനസ്സിലാക്കേണ്ട, ഒരു സ്ത്രീക്ക് ശരിക്കും രോമം വരേണ്ട 2 ഏരിയയുള്ളൂ, കഷം, നാവി. ജനേന്ദ്രത്തിന് ചുറ്റും കഷത്തിൽ മാത്രം രോമം വരാം. മറിച്ച് കൗമാരക്കാരെ ആൺകുട്ടികൾക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ് ബ്രസ്റ്റ് വരുന്ന പോലെ കൗമാരക്കാരെ പെൺകുട്ടികൾക്ക് മീശയുടെ അവിടെ, കൃതാവിലും നിപ്പിളിന് ചുറ്റും പുക്കിളിൻ്റെ അവിടെ ചെറിയ കട്ടി കുറഞ്ഞ വില്ലസ് ഹെയർസ് എന്ന രോമം വരാം. പലപ്പോഴും ഇത് 1-2 വർഷം പ്ലക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരത്തേയില്ല. സോ കട്ടി കുറഞ്ഞ രോമങ്ങൾ കൗമാരക്കാരെയല്ല പെൺകുട്ടികൾക്കും വരാം. കട്ടി കുറഞ്ഞ ബ്രസ്റ്റ്, സ്മോൾ ബ്രസ്റ്റ് കൗമാരക്കാരെ ആൺകുട്ടികൾക്കും വരാം. പക്ഷെ ഒരു പെൺകുട്ടിക്ക് 14 വയസ്സ് രോമവളർച്ച വരുന്നു, 16 മുതൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് രോമം റിമൂവ് ചെയ്യുന്നു, ലേസർ ചെയ്യുന്നു, ബ്ലീച്ച് ചെയ്യുന്നു, പ്ലക്ക് ചെയ്യുന്നു, കണ്ട ബ്യൂട്ടീഷ്യന്മാരുടെ എല്ലാം പരസ്യം കണ്ടുപോയി ഇലക്ട്രൈസ് ചെയ്യുന്നു, എന്നിട്ടും രോമം പിന്നെയും കളിക്കുന്നു. അപ്പോഴാണ് ചില മാധവ ഡോക്ടറെ ഞങ്ങൾ ഇത്രയും നാളായിട്ട് ബ്ലീച്ച് ചെയ്യുന്നു, എലക്ട്രൈസ് ചെയ്യുന്നു, എന്നിട്ടും ഞങ്ങൾക്ക് രോമം വരുന്നു, രോമത്തിൻ്റെ കട്ടി കൂടി വരുന്നു. പണ്ടില്ലാത്ത ഏരിയയിലൊക്കെ അപ്പർ ലിപ്പ്, ചിന്ന, നെഞ്ച്, പുക്കിൾ, തൊട, കൈകാലം എല്ലാത്തിനും രോമം വരുന്നു. പണ്ട് 3 ആഴ്ച കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന രോമം ഇപ്പോൾ 5 ദിവസം കൂടുമ്പോൾ ഒരു പുറത്തിറങ്ങണമെങ്കിൽ രോമം റിമൂവ് ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ അർത്ഥം അവളുടെ ബോഡിയിലെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ അളവ് കൂടുന്നു. സോ കൗമാരപ്രായക്കാർ ഒരു പെൺകുട്ടിക്ക് രോമം വന്നു, ആദ്യമേ പ്ലക്ക് ചെയ്തു, ബ്ലീച്ച് ചെയ്തു, ഇലക്ട്രൈസ് ചെയ്തു, ലേസർ ചെയ്തു, ഓക്കെ. പക്ഷേ പിന്നെ അടിയിൽ നിന്ന് കളിക്കുന്നെങ്കിൽ ഫസ്റ്റ് എന്തുകൊണ്ട് ഇത് വരുന്നു? രോമകൂപങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെയിൽ ഹോർമോൺ ഇവരുടെ ബോഡി കൂടുന്നു. 95% പെൺകുട്ടികൾക്കും പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ടോൽപാനം തെറ്റുന്ന ഓവറി അഥവാ പോളിസിസ്റ്റിക് ഓവറി എന്ന. 10% പെണ്ണുങ്ങൾക്ക് കിഡ്നിയുടെ മേളിലുള്ള അവയവം നമ്മൾ പറഞ്ഞ അഡ്രീനൽ, ഇതിൽ നിന്ന് അഡ്രീനൽ ആൻഡ്രജനും വരാം. സോ വേണ്ടതിലും കൂടുതൽ രോമത്തിന് കട്ടിയുണ്ട്, വേണ്ടതിലും കൂടുതൽ ഏരിയൽ രോമം വരുന്നു. അങ്ങനെയാണെങ്കിൽ പുരുഷ ഹോർമോണായ ആൻഡ്രജൻസിൻ്റെ അളവ് ഒരു ഡോക്ടറിനെ കണ്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് കുറയ്ക്കുന്ന ഫ്ലൂട്ടമൈഡ്, സ്പൈർനോലാക്ടോൺ, അൽഡാക്ടോൺ അല്ലെ 21 ഡേ പില്ല് ഉപയോഗിക്കുന്ന മരുന്ന് കഴിക്കുക. 90% പേർക്കും ഹെയർ ഗ്രോത്ത് 100% വരെ കുറയ്ക്കും.
കുറയ്ക്കാൻ സാധിക്കും. ഒരു ദിവസം കൊണ്ട് ഒരു രോമവും പോത്തില്ല. നമ്മുടെ വായ്നാറ്റം പോലെ വായിക്ക് സ്മെല്ല് വന്നാൽ പെർഫ്യൂം അടിക്കാം, മൗത്ത് വാഷ് ഉപയോഗിക്കാം. പക്ഷേ മോക്കിനാണ് അല്ലെ മോണയ്ക്കാണ് ഇൻഫെക്ഷൻ എങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അതേപോലെ അണ്ടോൽസ്പേം തെറ്റിയ ഓവറി, പോളിസിസ്റ്റിക് ഓവറി നിന്നാണ് പുരുഷ ഹോർമോൺ വരുന്നത്, അഡ്രിനലിൽ നിന്നാണ് ആൻഡ്രോജൻ വരുന്നതെങ്കിൽ വെളിയിൽ ഷേവ് ചെയ്തിട്ടോ ബ്ലീച്ച് ചെയ്തിട്ടോ ഇലക്ട്രൈസ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. ഫസ്റ്റ് അതിൻ്റെ ഉറവിടം കണ്ടെത്തി അതിൻ്റെ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ ഓവറിൽ നിന്ന് അഡ്രിനലിനും കുറയ്ക്കുക. തൽഫലമായി പെർമനൻ്റ് ആയിട്ട് ഹെയറിൻ്റെ ഗ്രോത്ത് ഇല്ലാതാക്കി. ഇതും ഒരു പരിധിവരെ ആൺകുട്ടികളുടെ സ്തനവൽപ്പം പോലെ പെണ്ണുങ്ങളുടെ രോമവളർച്ച അമിതമായിട്ട് വരുന്നത് ഭയങ്കരമായ അപകർഷബോധം ഉണ്ടാക്കും. പലപ്പോഴും നമ്മൾ പെൺകുട്ടികളെ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഫേസിൽ മാത്രം ഹെയർ ഇല്ല. നമ്മുടെ അടുത്ത് പലപ്പോഴും ട്രീറ്റ്മെൻറ്റും അമ്മമാരോടും ഡോക്ടറെ മുഖത്ത് ഞങ്ങൾ ഡെയിലി ബ്ലീച്ച് ചെയ്യുന്നു, ഡെയിലി ഞങ്ങൾ പ്ലക്കിങ് ചെയ്യുന്നു, ആനിഫ്രൻ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ബോഡിയിൽ കല്യാണപ്രായ ഡോക്ടറെ നെഞ്ചത്തും പുക്കിളിലും കാലിലും ഒക്കെ ഭയങ്കര രോമം. എങ്ങനെ വടിച്ചു കളയും? കല്യാണപ്രായമാകുമ്പോൾ കണ്ടാ സുന്ദരി, പക്ഷേ അവർക്ക് കല്യാണത്തിനോട് അമിതമായ ഭീതി. പലപ്പോഴും കല്യാണത്തിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സൗന്ദര്യവൽക്കരണം എന്ന് വെച്ചാൽ ആണിന് വേണ്ട രീതി മീശയില്ല, ലിംഗവൽപ്പം വരുന്നില്ല, പെണ്ണിന് അമിതമായ രോമം വരുന്നു. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാക്കാം. അതിനു മുമ്പേ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് സെറ്റിൽ ചെയ്ത് നോർമലാക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ആയാലും സ്ത്രീകളുടെ ആയാലും ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ, ഇത് ഹോർമോണുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാം? വന്ധ്യത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ഒരു പരിധിവരെ കൂടിക്കൂടി വരുന്നു. 15% ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വന്ധ്യത കണ്ടുവരാറുണ്ട്. വന്ധ്യതയുടെ ഡെഫിനിഷൻ അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. പഴയ കൺസർവേറ്റീവ് ഡെഫിനിഷൻ, ഹസ്ബൻഡ് വൈഫ് ലിവിംഗ് ടുഗദർ ഹാവിംഗ് എൻ ഇന്റർകോഴ്സ് അറ്റ്ലീസ്റ്റ് ട്വൈസ് പെർ വീക്ക് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് 1 year they are not able to have an offspring. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്നു, ആഴ്ചയിൽ 2 പ്രാവശ്യം ബന്ധപ്പെടുന്നു, എന്നിട്ടും 1 വർഷം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവുന്നില്ല. അതിനാണ് വന്ധ്യത. 30% ആണിൻ്റെ കാരണം, 30% പെണ്ണിൻ്റെ കാരണം, 30% അൺഎക്സ്പ്ലെയിൻ. സോ ആണുങ്ങളുടെ വന്ധ്യത പ്രധാനമായും വൃഷണത്തിൽ നിന്നുണ്ടാവുന്ന നമ്മൾ പറഞ്ഞ പുരുഷ ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ബീജം സ്പെർമറ്റസോവ അതിൻ്റെ കൗണ്ട് കുറയുന്നു, അല്ലെ മോട്ടിലിറ്റി കുറയുന്നു. 2 പെണ്ണുങ്ങളുടെ വന്ധ്യത പ്രധാനമായും പോളിസിസ്റ്റിക് ഓവറി, ട്യൂബിന് ബ്ലോക്ക് വരുന്നു, പ്രൊലാക്റ്റിൻ ഞാൻ പറഞ്ഞു പാലുണ്ടാക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ കൂടുന്നു, തൈറോയിഡിൻ്റെ ചേഞ്ച് വരുന്നു, അതേ മെനോപോസ് നേരത്തെ വരുന്നു. അതിൻ്റെ പേരാണ് FSH. സോ ഒരാണും പെണ്ണും കല്യാണം കഴിച്ചു 1 വർഷം കഴിഞ്ഞിട്ടും കുട്ടി ഉണ്ടാവുന്നില്ല. ഫസ്റ്റ് ആണിൻ്റെ ബീജം പരിശോധിക്കുക. ബീജത്തിൻ്റെ കൗണ്ടോ മോട്ടിലിറ്റിയോ കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു എന്നറിയാനാണ് 2 ടെസ്റ്റ്. ആദ്യം ഞാൻ പറഞ്ഞ പുരുഷ ഹോർമോണിൻ്റെ അളവ്, ടെസ്റ്റോസ്റ്ററോൺ, FSH, LH, പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ പലപ്പോഴും വൃഷണത്തിൻ്റെ സ്കാൻ ചെയ്ത് വേരിക്കോസിലുണ്ടോ ടെസ്റ്റിക്കുലർ അട്രോഫി ഉണ്ടോ നോക്കുക. പെൺകുട്ടിക്ക് എപ്പോഴും 3 ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്ത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ നോക്കുക, ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ നോക്കുക. എപ്പോഴും 3 ഹോർമോൺ ചെക്ക് ചെയ്യുന്നു. ഒന്നാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവൽ 2.5 താഴെ ആയിരിക്കണം. പ്രൊലാക്റ്റിൻ അതിൻ്റെ അളവ് 20 താഴെ ആയിരിക്കണം. FSH നോർമൽ ആയിരിക്കണം. ഇപ്പോഴത്തെ ഒരു പുതിയ ടെസ്റ്റാണ് ഹോർമോൺ ചെയ്യുന്നത്, ആൻറ്റി മുള്ളറിൻ ഹോർമോൺ. ഓവറിയുടെ ഫെർട്ടിലിറ്റി, ജേം സെൽ കപ്പാസിറ്റി അറിയാം, അത് 3 കൂടുതലാണെങ്കിലും ഫെർട്ടിലിറ്റി ഉണ്ട്. സോ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കൗമാരക്കാർ, യങ് IT കപ്പിൾസ്, ഡോക്ടർ കപ്പിൾസ് വരുമ്പോൾ നമ്മൾ ചോദിക്കും കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 5 കൊല്ലം. അതെന്താ? ഞങ്ങൾ പ്ലാനിങ് ആണ് ഡോക്ടറെ, ഞങ്ങൾ US പോകുന്നു, പഠനം കഴിഞ്ഞിട്ടേ ആവുന്നുള്ളൂ. സോ പ്ലാനിങ് കഴിഞ്ഞ് അമേരിക്കയിലും ന്യൂസിലൻഡിലും പോയി ജോലിയും പഠിത്തവും കഴിഞ്ഞ് വരുമ്പോൾ ആണിന് 35 വയസ്സ്, പെണ്ണിന് 30 വയസ്സ്. അത് കഴിഞ്ഞിട്ടാണ് അവർ കുട്ടി ഉണ്ടാവുന്ന ആലോചിക്കുന്നത്. മറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി, ഒരു കുഴപ്പമില്ല. വർഷത്തിലൊരിക്കൽ നിങ്ങൾ തന്നെ നോർമലാവും നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങൾ വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് പോളിസിസ്റ്റിക് കൊണ്ട് നോക്കുക. വർഷത്തിലൊരിക്കൽ TSHും പ്രൊലാക്റ്റിനും FSHും, വർഷത്തിലൊരിക്കൽ ആണാന്നെ അവൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയും ഹോർമോണും ചെക്ക് ചെയ്യുക. എന്നിട്ട് 35 വയസ്സാകുമ്പോൾ വെയിറ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ 35 വയസ്സിൽ ആദ്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനാണെങ്കിൽ പലപ്പോഴും 33-35 വയസ്സാകുമ്പോഴേ ട്രീറ്റ്മെൻറ്റ് തീർക്കും. അതിൻ്റെ ഇടയ്ക്ക് പലരും IVF, ഇൻഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് പോകും. സോ നോർമൽ ഫെർട്ടിലിറ്റി കിട്ടാവുന്നത് നോർമലി നേടുക. ആദ്യം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൗമാരപ്രായക്കാരിലെ ഹോർമോൺ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.